നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിങ് മാത്രമാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ വിട്ടുകളയുക. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക. അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതിന് സഹായമായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പേഴ്സണിൻ്റെ പേര് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പോസിറ്റീവായ കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ റീഡിങ്സുകൾ ഓരോന്നും കാണുക. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ മുഖം ഓർമ്മയിൽ കൊണ്ടുവരിക. അവരുടെ നെയിം 3 പ്രാവശ്യമെങ്കിലും മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഓരോ റീഡിങ്സുകളും എപ്പോഴും കാണാൻ ശ്രമിക്കുക. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് എന്നതിനുള്ള 100% തെളിവാണ്. നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം അവർ നിങ്ങളെ പൂർണ്ണമായും അവർ ഏതെല്ലാം സിറ്റുവേഷനിൽ നിൽക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, അവരുടെ മുന്നിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ വരുന്നു, എന്തെല്ലാം സാഹചര്യങ്ങൾ അവർക്ക് മുന്നിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ വളരെ പക്വതയോടും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെയും ഒരു നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന നല്ലൊരു സക്സസ് ആയ വ്യക്തിയായിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. ഇമോഷണലി ഒക്കെ വളരെയധികം മിതത്വത്തോടു കൂടി പെരുമാറുന്ന പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയെയാണ് അവർ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തയിൽ കാണുന്നത്. നിങ്ങൾ വളരെ പ്രഷ്യസ് ആയിരുന്നുവെന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളിൽ അവർക്ക് കിട്ടിയിരുന്നത് വളരെ നല്ലൊരു പോസിറ്റീവായ എനർജി ആയിരുന്നുവെന്നും ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് അവർ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. അവർക്കിപ്പോൾ എല്ലാ കാര്യങ്ങളെയും കുറിച്ചും നല്ലൊരു ധാരണ വന്നിട്ടുണ്ട്. ശരി തെറ്റുകളെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് മുന്നിൽ പല സാഹചര്യങ്ങളും പല കാര്യങ്ങളും ഇപ്പോൾ വീണ്ടും വരുന്നുണ്ടെങ്കിലും അവർക്കിപ്പം മനസ്സിലാകുന്നു നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ മാറ്റി വെച്ചത് തന്നെയായിരുന്നു ഏറ്റവും നല്ലതെന്ന് അവരുടെ മനസ്സുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം നിങ്ങൾ അത്രത്തോളം നല്ല ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു. കാരണം എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കാനും അതുപോലെ ഏതൊരവസ്ഥയിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുമൊക്കെ നിങ്ങൾ വളരെയധികം വിദഗ്ധരായിരുന്നു എന്നാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരിക്കും അവർ പാസ്റ്റിലേക്ക് നോക്കി വളരെയധികം നെടുവീർപ്പിടുന്നു അല്ലെങ്കിൽ വളരെയധികം നിരാശപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളോടൊപ്പം നിൽക്കുന്ന സമയത്ത് അവർക്ക് ആകെ ഉണ്ടായിരുന്നത് വിജയിക്കുക, വെട്ടിപ്പിടിക്കുക എന്നൊക്കെ ഉള്ളൊരിതാണ്. അവർക്ക് മുമ്പിൽ അതുകൊണ്ട് ഒരുപാട് ഓപ്ഷൻസും പല സാഹചര്യങ്ങളും വന്നു നിങ്ങളോടൊപ്പം നിന്ന സമയത്ത്. അപ്പോൾ അവർക്ക് ഒരുപാട് സക്സസ്സുകൾ മുന്നിലേക്ക് കാണാൻ പറ്റി, വിജയങ്ങൾ കാണാൻ പറ്റി. സാമ്പത്തികമായിട്ടും അവർക്കൊരു അതുപോലെ അവർക്കിടേതായ ഒരു പൊസിഷൻ അവർക്കുണ്ടാക്കാൻ ഒരു ഉയർന്ന രീതിയിലുള്ള ഒരു സ്ഥാനം കിട്ടുന്ന ഒരു സാഹചര്യങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് വന്നു. അവരെന്തൊക്കെയാണ് സ്വപ്നം കണ്ടത്, അതിനൊക്കെ വേണ്ട വാതിലുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് തുറന്നു കിട്ടിയിരുന്നു. അവർക്കിടെ ഒരു തോന്നലെന്ന് പറഞ്ഞാൽ ഇനി മുന്നോട്ട് പോയാൽ എനിക്ക് മറ്റൊന്നും വേണ്ട, അതായത് നിങ്ങളുടെ സാന്നിധ്യം പോലും അവർക്ക് വേണ്ട, അവർക്കിനി മുന്നോട്ട് സക്സസ് ആയി പോകാൻ പറ്റും, അവർക്കിനി ഓപ്പൺ ആയതെല്ലാം സ്ഥിരതയുള്ളതാണ് എന്നാണ് അവർ ചിന്തിച്ചത്. പക്ഷേ ഇപ്പോൾ അവരുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവർ വിജയിച്ച് തന്നെ നിൽക്കുന്നു എങ്കിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതായ പല സാഹചര്യങ്ങളും ഇപ്പോൾ അവരുടെ ലൈഫിൽ വരുന്നു. കാരണം നമ്മളിനി എത്രത്തോളം ഉയരങ്ങളിൽ പോയാലും ഭൂമിയിൽ വന്ന് സമ്മാനം വാങ്ങണമെന്ന് പറയുന്നത് പോലെ നമ്മൾക്ക് എവിടെ നിന്നാണോ ഒരു ഓപ്പണിംഗ് ഉണ്ടായത്, ആരുടെ സാന്നിധ്യത്തിൻ്റെ ആരുടെ പോസിറ്റീവായ വശങ്ങൾ കൊണ്ടാണോ നമ്മൾക്ക് വിജയങ്ങളിലേക്ക് എത്താൻ പറ്റുന്നത്, അവരെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നത് കാലം ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. നിങ്ങളെക്കുറിച്ച് കാലം ഓർമ്മിപ്പിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ശരിക്കും അവർക്ക് നിരാശയുണ്ട്. പാസ്റ്റിനെ കുറിച്ച് ഓർക്കുമ്പം പാസ്റ്റിലുണ്ടായിരുന്ന സാഹചര്യങ്ങളും നഷ്ടപ്പെടുത്തി കളഞ്ഞ അവസരങ്ങളെല്ലാം ഓർത്ത് അവർക്ക് നല്ല രീതിയിൽ നിരാശയുണ്ട്. കാരണം അവർക്ക് ഉപദേശിക്കാൻ ആളുകളുണ്ടായിരുന്നു ആ സമയത്ത്. നിങ്ങളോടൊപ്പം അവരുണ്ടായിരുന്ന സമയത്ത് അവർക്ക് വന്ന സക്സസ്സിലും വിജയത്തിലുമൊക്കെ അവർക്ക് മറ്റു രീതിയിലൊക്കെ ബുദ്ധികൾ പറഞ്ഞു കൊടുക്കാൻ അവർക്കിടെ ചുറ്റും ആളുകളുണ്ട്.
ഉണ്ടായിരുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ വാക്കുകൾക്കും അവരുടേതായ ആ ഒരു സാന്നിധ്യത്തിനും ഇവർ പ്രാധാന്യം കൊടുത്തു നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണുന്നത്. ചിലപ്പോൾ അത് പേരൻസിൻ്റെ ഒരു സാന്നിധ്യമാവാം, ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ അവർ നിന്ന പൊസിഷൻ, അവരുടെ ആ ഒരു കരിയർ സംബന്ധമായ സാഹചര്യത്തിലുള്ള വ്യക്തികളാവാം. ഇപ്പോൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സായ രീതിയിൽ പോകുന്ന വ്യക്തികൾ, ഏതാണോ അവരേത് സാഹചര്യത്തിലാണോ നിന്ന് ഫൈറ്റിംഗ് ചെയ്ത് കയറി വന്നുകൊണ്ടിരുന്ന നിങ്ങൾക്കൊപ്പം നിന്ന സമയത്ത് അവിടെ നിന്നും നിങ്ങൾക്കെതിരെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ ആളുകളുണ്ടായി. അപ്പോഴവരെന്ത് ചെയ്തു? മുന്നോട്ടേക്ക് അവർ പൊയ്ക്കൊണ്ടിരുന്നു. നിങ്ങൾ അവരുടെ കൈകളിലുണ്ട്, നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെന്നറിഞ്ഞിട്ടും അവർ അത് വലിയ മൈൻഡ് ചെയ്യാതെ, നിങ്ങളെക്കുറിച്ച് വളരെ ശ്രദ്ധയോ നിങ്ങളെക്കുറിച്ച് തിങ്കിങ് ചെയ്യാതെ ഇവർ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്കൊരു തിരിച്ചറിവ് വന്നു. ഞാൻ എന്തിനെയാണോ ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ ഏത് സാന്നിധ്യമാണോ ഞാൻ കളഞ്ഞത്, അത് വളരെ പോസിറ്റീവാണ്. പക്ഷേ ഇപ്പം നിങ്ങളും അവരും തമ്മിൽ ഒരുപാട് അകലമാണെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളിലേക്ക് വന്ന് ചേരാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ അവർ വരാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്കുള്ളിലൊരു ഭയമുണ്ട്, എങ്ങനെ വരണം, എങ്ങനെ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ചെറിയൊരു ഭയമുണ്ട്. പക്ഷേ പോസിറ്റീവാണ് എന്നത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവരുടെ സാന്നിധ്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നും അവർക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നും ഉള്ള കാര്യം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവർ പെട്ടുപോയോ, ഇനി തിരിച്ചു വരാൻ പറ്റില്ലായിരിക്കുമോ എന്നുള്ള ഒരു ടെൻഷനിൽ നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, വളരെയധികം പോസിറ്റീവായിട്ട് തന്നെയാണ്. കാരണം നിങ്ങൾക്കും അവർക്കും ഉണ്ടായിരുന്ന ആ ഒരു ഓപ്പണിംഗ്, നിങ്ങൾ തമ്മിൽ ചേർന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളിൽ വിജയം കൈവരിച്ചെന്നാണ് കാണുന്നത്. ഒരുപാട് ബ്ലെസ്സിങ്സ് ആയിരുന്നു. പുതിയ പുതിയ വാതിലുകളെല്ലാം നിങ്ങൾക്കും അവർക്കും ഇടയിൽ തുറന്നു കിട്ടിയിരുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുമിച്ചിരുന്നെങ്കിൽ ഏറ്റവും പോസിറ്റീവായിട്ട് മറ്റുള്ളവർക്ക് അസൂയവകമാകുന്ന രീതിയിൽ ഒരു ബന്ധമായി തീരും, അല്ലെങ്കിൽ ഒരു ജീവിതം നിങ്ങൾക്കിടയിൽ ഉണ്ടായേനെ എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അവർ വെയിറ്റിംഗ് ചെയ്യുകയാണ്, നല്ലതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊന്ന് വളരാൻ, നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധത്തിന് ഒരു കാരണം, ഒരു സാഹചര്യം കിട്ടാൻ വേണ്ടി അവർ വളരെയധികം പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഒരു പുതിയ ഇമോഷനോടുകൂടി നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. കാരണം അവർ എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് ഭയമുണ്ട്. അവരതുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്, ഒരു സാഹചര്യം വരണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ മുമ്പിൽ നിങ്ങളോടുള്ള ഇമോഷനെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ ഒരു സാഹചര്യത്തിന് വേണ്ടി അവർ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് നമ്മൾക്ക് കാണുന്നത്. പലരും ഇപ്പോഴും അവരുടെ ചെവിയിൽ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കെതിരെ ശത്രുത വരുത്താനും അല്ലെങ്കിൽ നിങ്ങളോട് അവർക്ക് തോന്നുന്ന പോസിറ്റീവായ കാര്യത്തെ ഇല്ലാതാക്കാനും പലരും ഇപ്പോഴും അവരുടെ കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ അത് സാധ്യമാവുകയില്ല. നിങ്ങളെ അവർ ഹോൾഡ് ചെയ്യുന്നു. അവരുടെ മുമ്പിൽ എത്ര വലിയ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഇതിനകത്ത് ഈ റീഡിങ്സ് കാണുന്നവരിൽ ഭൂരിപക്ഷം ആളുകളുടെയും പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരാനും നിങ്ങളോടൊത്തു തന്നെ ഒരു പ്രഷ്യസ് ആയ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും അവരാഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവരൊരു തുടക്കം കിട്ടാൻ, അവർക്കത് 3 of Wands ആണ്, ഒരവസരം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് മുന്നിലേക്കൊന്ന് എത്തിച്ചേരുക എന്നത് ചിലപ്പോൾ ഒരു ഫോൺ കോൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു നമുക്ക് വിശ്വസ്തനായ ഒരു വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ടോ ഒക്കെ നിങ്ങൾക്കത് സാധിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ ആ ഒരു സക്സസ്സിന് നിങ്ങളുടെ അരികിൽ വരിക, വിജയിക്കുക എന്ന സക്സസ്സിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു അവസരം കിട്ടാൻ കാത്തു നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത്. പക്ഷേ സ്റ്റക്കാണ് അവർ, കാതും കെട്ടിയ പോലെ കണ്ണും കൈകളും കെട്ടി നിർത്തിയിരിക്കുകയാണ്. അവർക്കിടെ മുമ്പിൽ ഒരു തടസ്സങ്ങളുമില്ല. അവരുടെ ചിന്തകൾ അവരെ കെട്ടി നിർത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവർക്ക് നിങ്ങളുടെ അരികിൽ വരാം, നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം, നിങ്ങളോടൊത്ത് മുന്നോട്ട് പോകാം. പക്ഷേ അവരുടെ ചിന്തകൾ നെഗറ്റീവായ ചിന്തകൾ, അതായത് മറ്റുള്ളവരുടെ ചില പ്രസൻസ് മൂലമായിരിക്കാം നെഗറ്റീവായ ചിന്തകൾ കാരണം അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. ആ ഒരു സാഹചര്യം അഴിച്ച് അവർക്ക് നിങ്ങളിലേക്ക് വരിക എന്നത് വെറും നിസ്സാരമായ കാര്യമാണ്. പക്ഷേ
അവരവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. പക്ഷേ വളരെ സന്തോഷമാണ്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, നിങ്ങളുടെ കൂടെ ജീവിച്ച ഓരോ നിമിഷങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെ ഓർമ്മകളിലുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ വ്യക്തമായും കാണാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു. നല്ലൊരു കെയറിങ്, ഒരു ഗാർഡിയൻ, നിങ്ങളൊരു അവരെ വളരെയധികം കെയറിങ് ചെയ്തിരുന്നു എന്നാണ് കാണുന്നത്. മെയിലായാലും ഫീമെയിലായാലും നിങ്ങളിൽ നിന്നും നല്ലൊരു കെയറിങ്ങും പ്രൊട്ടക്ഷനും, ശരിക്കും പറഞ്ഞാൽ ഒരു അച്ഛൻ ഒരു കുഞ്ഞുങ്ങളെ നോക്കുന്ന, ഒരു പിതാവ് തൻ്റെ മക്കളെ നോക്കുന്ന പോലെ തന്നെ നോക്കിയതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അത്രത്തോളം കെയറിങ് കൊടുത്തിരുന്നു. അവർ ആ ഒരു നിമിഷത്തെ ഓർത്ത് വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അവരൊറ്റയ്ക്കിരുന്ന് ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള നിമിഷങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങളോടൊപ്പം സംസാരിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് അവർ സെൽഫായിട്ട് ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പൊട്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ വരെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളും അവരും തമ്മിലുണ്ടായിരുന്ന സമയത്തെ സംഭാഷണങ്ങൾ ഓർത്തിട്ട് നമ്മൾ അത്രത്തോളം അവരും നിങ്ങൾ എൻജോയ് ചെയ്ത നിമിഷങ്ങളായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഓർമ്മകൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ നിങ്ങളോടൊത്തുണ്ടായിരുന്ന പ്രണയത്തെക്കുറിച്ച് അവർ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങളും അവരും ഒരു സോൾ കണക്ഷൻ തന്നെയാണെന്ന് അവർക്ക് വ്യക്തമായും ഈ ഒരു നിമിഷങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഭയങ്കര നിരാശയാണ്. നഷ്ടപ്പെടുത്തി കയ്യിലുണ്ടായതിനെ അവരുടെ അശ്രദ്ധ കൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ അവർക്ക് തോന്നിയ ഒരു ഈഗോയുടെ പേരിൽ, അല്ലെങ്കിൽ ഒരു എടുത്തുചാട്ടത്തിൻ്റെ പേരിൽ, പെട്ടെന്ന് തോന്നിയ ഒന്ന് കുറേയും കൂടി ഉയരണം, വിജയിക്കണം എന്നൊക്കെ തോന്നിയതിൻ്റെ പേരിൽ കയ്യിൽ വന്നതിനെ കളഞ്ഞല്ലോ എന്നോർത്ത് വളരെയധികം നിരാശപ്പെടുന്നു. പക്ഷേ അവരറിയുന്നില്ല നിങ്ങൾ അവരുടെ തൊട്ടരികിൽ തന്നെയുണ്ട്. നിങ്ങളുടെ പ്രസൻസ് അവരുടെ അടുത്തുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവരാ നിരാശയിലും ശരിക്കും പറഞ്ഞാൽ ഒരു മരണതുല്യമായ സാഹചര്യത്തിൽ നിൽക്കുന്നു. മൈൻഡൊക്കെ വളരെയധികം കോൺഫ്ലിക്റ്റ് ആവുകയാണ്. അവരുടെ മൈൻഡ് അവരോട് തന്നെ സ്വയം സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാരണം എടുത്ത് ചാടി ചെയ്തു പോയൊരു അബദ്ധമായിരിക്കും, അല്ലെങ്കിൽ മറ്റാരുടെയൊക്കെയോ വാക്കുകൾക്ക് ഒരു പ്രാധാന്യം കാണിച്ച് നിങ്ങളിൽ നിന്ന് അകന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള സംസാരത്തിലുണ്ടായ ചില സമയത്തെ കല്ലുകടികൾ കാരണം അവർ ഒന്ന് മാറി നിന്നതാവാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. നിങ്ങളിലേക്ക് വരിക എന്നത് അവർക്ക് പെട്ടെന്ന് അസാധ്യമായൊരു കാര്യമാണ്. അതായത് വളരെയധികം ഈഗോയിസ്റ്റിക്, അതായത് വിട്ടുവീഴ്ച ചെയ്യാൻ ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ തോറ്റുപോകുന്നത് ഇഷ്ടമല്ലാത്ത, അത് ചിന്തിക്കുന്നത് പോലും സഹിക്കാൻ വയ്യാത്തൊരു വ്യക്തിത്വത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ശരിക്കും വളരെയധികം ഈഗോയിസ്റ്റിക്കായൊരു പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തി എന്നത് നമുക്കിവിടെ കറക്റ്റായിട്ട് മനസ്സിലാകുന്നു. അതുപോലെ ഒരു ബാലൻസിൽ എത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അവരതിനു വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുകയാണ്. പുതിയൊരു പ്രണയം, പുതിയൊരു ഇമോഷനോടുകൂടി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയാം. ഏത് നിമിഷമാണോ അവർക്കൊരവസരം ഒത്തുകിട്ടുന്നത്, പൂർണ്ണതയോടുകൂടി ഒരു അവസരം കിട്ടുമ്പം അവരവരുടെ കാര്യങ്ങളെ ബാലൻസിലാക്കുക തന്നെ ചെയ്യുമെന്ന ഉറച്ച ദൃഢനിശ്ചയത്തോടു കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. ഒരു സന്തോഷം, ഹാപ്പിനെസ്, ഒരു വിവാഹ ജീവിതം, ഒന്നിച്ചൊരു വിവാഹ ജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു കുടുംബ ജീവിതമാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന. ഊർജ്ജസ്വലവും സന്തോഷകരവും അതുപോലെ തന്നെ പൂർണ്ണതയോടുകൂടി ഇനി മുന്നോട്ടൊരു പീരിയഡ്, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ പീരീഡ് ഉണ്ടാവാൻ പാടില്ല എന്ന ശക്തമായ ചിന്തയോടുകൂടി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നതെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഓടിയെത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഒരു കുടുംബം, സന്തോഷകരമായൊരു കുടുംബത്തെ പൂർത്തീകരിപ്പിക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അവരുടെ ഫാമിലിയിലുള്ളവരുടെ ചെറിയ ചെറിയ ഉപദേശങ്ങളും അവർ മറ്റൊരു രീതിയിലേക്ക് ഇവരെ കൊണ്ട് സ്വപ്നം കാണിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവരെത്രത്തോളം നിങ്ങളിലേക്ക് അടുക്കുന്നു എന്നറിയുന്നു. ആ സെക്കൻഡിൽ അവരുടെ കൂട്ടത്തിലുള്ളവർ അവരിലേക്ക് വരികയും പെട്ടെന്ന് തന്നെ അവരുടെ മൈൻഡിനെ മാറ്റുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഫാമിലി ആവാം, അല്ലെങ്കിൽ അവരോടൊപ്പം മുന്നോട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന, അവരോടൊപ്പം ജീവിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാവാം. അവരുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആവുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് അവരുടെ ഓർമ്മകളെ വരുമ്പോഴത്തേനും അവരെ തിരിച്ച് വിട്ട് വീണ്ടും കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു സാഹചര്യം, വീണ്ടും ഒരു ഹാർട്ട് ബ്രേക്കിങ്,
തിങ്കിങ് അല്ലെങ്കിൽ വീണ്ടും തിങ്കിങ് വേണോ വേണ്ടയോ എന്നുള്ളൊരു തിങ്കിങ്ങിലേക്ക് മാറ്റുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയിൽ നിന്നും പോസിറ്റീവായ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. ഒരു പരിധികൾ കഴിയുമ്പം ഈ നെഗറ്റീവ് സിറ്റുവേഷൻ മാറിപ്പോകും, നിങ്ങളിലേക്ക് പോസിറ്റീവായ സിറ്റുവേഷൻസ് വരും. തീർച്ചയായിട്ടും പ്രാർത്ഥനകളും അഫർമേഷൻസുകളൊക്കെ ചെയ്തോളുക. നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരും. നമുക്ക് ഏഞ്ചൽസ് മെസ്സേജ് ഒന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് വന്നിരിക്കുന്ന ലെറ്റ് ഗോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ അത് പോകട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യം ഉപേക്ഷിക്കേണ്ടത് അതിക്രമിച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനാണോ, നെഗറ്റീവായ ചിന്തകളെന്ന സിറ്റുവേഷനിലാണെങ്കിൽ ആ സാഹചര്യം നിങ്ങൾ ഉപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞു. അതുമല്ലെങ്കിൽ ഇപ്പോൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിർത്തുക. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. ഒന്നെങ്കിൽ അത് പരിഹരിക്കപ്പെടും, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, നിങ്ങളുടെ ബന്ധത്തിൽ ഇങ്ങനെ ഒരു കാര്യം എന്തുകൊണ്ട് വന്നു എന്ന് നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കൂ എന്നാണ് പറയുന്നത്. അനാരോഗ്യകരമായ ബന്ധങ്ങൾ അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യുക. എന്നാൽ മാത്രമേ മെച്ചപ്പെട്ട സാഹചര്യം വരാൻ അനുവദിക്കുകയുള്ളൂ. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ യൂണിവേഴ്സിൻ്റെ നിയന്ത്രണത്തിലാണ്. അതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ട പ്രധാന വശങ്ങൾ എന്തെല്ലാമാണ് എന്ന് നിങ്ങൾ പ്രാർത്ഥനയിലൂടെ മനസ്സിലാക്കുക. നിങ്ങളുടെ ആഗ്രഹത്തിൽ നിങ്ങൾ വളരെ മുറുകെ പിടിക്കുക. പുതിയതായി ഒരാഗ്രഹം ഉണ്ടാക്കുക, അത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. അപ്പോൾ ഇതീ പറയുന്നത്, നിങ്ങൾ നെഗറ്റീവായ ചിന്തകളിലോ നെഗറ്റീവായ വശങ്ങളിലോ നിൽക്കാതെ നിങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക. എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് എന്താണോ അർഹമാകുന്നത് അത് നിങ്ങളുടെ കൈകളിൽ യൂണിവേഴ്സ് എത്തിച്ചു തരും. പോസിറ്റീവായി നിന്നാൽ മാത്രമേ നഷ്ടപ്പെട്ടതാണെങ്കിലും പുതിയതാണെങ്കിലും നിങ്ങളിലേക്ക് വരാൻ സാധിക്കൂ. എ ഇയർ ഫ്രം നൗ എന്നാണ് നമുക്ക് മാലാഖ ഏഞ്ചൽസ് നൽകുന്ന മറ്റൊരു മെസ്സേജ്. ഇപ്പോൾ മുതൽ 1 വർഷം വരെ എന്നാണ്. നിങ്ങൾ എന്താണോ ഏഞ്ചൽസിനോട് ചോദിക്കുന്നത് അത് ഈ നിമിഷം മുതൽ 1 വർഷത്തിനുള്ളിൽ നടന്നിരിക്കും. ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ യാത്ര തുടരുക. അതുകൂടാതെ അതിനുവേണ്ടി പ്രവർത്തിക്കുക, നല്ലതുപോലെ ആഗ്രഹിക്കുകയും ചെയ്യുക. അതിനുവേണ്ടി പ്രവർത്തിക്കുക, നല്ലതുപോലെ ആഗ്രഹിക്കുകയും ചെയ്യുക. നിങ്ങൾ അത് സ്വീകരിക്കുന്നതിനായി തയ്യാറെടുക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ മറ്റാരുടെയൊക്കെയോ നേരായ തീരുമാനങ്ങളിലൂടെയാണ് അത് സാധ്യമാകുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സ് ഉത്തരം നൽകി കഴിഞ്ഞു. പ്രാർത്ഥനയുടെ തെളിവുകൾ നിങ്ങൾക്ക് ഉടനടി കാണാൻ കഴിയും. നിങ്ങൾക്ക് വേണ്ടി തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചു തുടങ്ങി എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മളുടെ റീഡിങ്സിൽ ഇനി കൂടുതലൊന്നും എനിക്ക് പറയേണ്ടതില്ല. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയ്ക്കും ശുദ്ധമായ ചിന്തകൾക്കും പോസിറ്റീവായ കാര്യങ്ങൾക്കും നിങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എത്ര കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങളിലേക്ക് പുതിയ കാര്യങ്ങളും നിങ്ങൾക്ക് അർഹമാകുന്ന കാര്യങ്ങളും വന്നു ചേരും. എല്ലാവർക്കും എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ എല്ലാവരും പോസിറ്റീവായി തന്നെ ഇരിക്കുക, മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് അർഹമാകുന്ന കാര്യം നിങ്ങൾ എന്താണോ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു.